Dear students, Cusat എൻട്രൻസ് എക്സാമിൻ്റെ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കുസാറ്റ് എൻട്രൻസ് എക്സാമിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകളായ ബിടെക് ഷിപ്പ് ബിൽഡിംഗ്, നേവൽ ആർക്കിടെക്ചർ, അതോടൊപ്പം ട്രഡീഷണൽ കോഴ്സുകളായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അടക്കമുള്ള കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിന് 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1-ൽ മാത്തമാറ്റിക്സിൻ്റെ 125 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പേപ്പർ 2-ൽ ഫിസിക്സ് കെമിസ്ട്രി ഒരുമിച്ച് ചേർത്ത് 125 ക്വസ്റ്റ്യൻസും. നമ്മൾ 2018 ക്വസ്റ്റ്യനിലെ ആദ്യത്തെ 38 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ 2019 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത കാര്യം ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. So we can go with question number 39. Look, which one of the following distance time graphs represent one-dimensional uniform motion? അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കർവാണ്. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷനാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത്. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് നമുക്ക് ആ കോൺസ്റ്റൻ്റ് കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഇൻറ്റു ടി. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ കൺസെപ്റ്റ് y = mx എന്നുള്ള ഒരു പാറ്റേണിലേക്ക് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയും ഡിയും എന്നൊരു ഓപ്ഷനിലേക്ക് നമുക്ക് വരാം. പക്ഷെ അവിടെ എ എന്ന് പറയുമ്പോൾ സമയം പോകുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം എ വരില്ല. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. സോ ഡി എസ് ദി ആൻസർ. For question number 14, at the top of the trajectory of a projectile, the acceleration is. അപ്പോൾ നമ്മളൊരു ഒബ്ലിക് പ്രൊജക്ഷൻ നമ്മൾ വരച്ചാൽ ഇത് നമ്മുടെ എർത്ത് സർഫസ് എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് ട്രജക്ടറി ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ പോയിന്റിലും നമുക്കറിയാം ഇതിങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷനായിട്ട് നമ്മൾ പറയാം. പക്ഷേ സാധാരണ ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ അറ്റ് എവറി പോയിന്റ് വി ക്യാൻ അസ്യൂം വൺ തിങ്, ദാറ്റ് ഗ്രാവിറ്റി ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിനിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ദാറ്റ് ജി ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹയസ്റ്റ് പോയിന്റിലും നമുക്കറിയാം ഗ്രാവിറ്റി എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എർത്താണ്. So at the highest point its value is g, so we can quote b as the answer and is acting vertically downward. See number 41. In uniform circular motion, r, v and omega stands for radius vector, linear velocity and angular velocity. Then which of the following is true? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ്. നമുക്കറിയാം ഇവിടുത്തെ യൂണിഫോം സർക്കുലർ മോഷനിലാണ് നമുക്ക് വെലോസിറ്റിയും ആറും ഒമേഗയും കൂടെ നമുക്ക് ഡീൽ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ട് നമുക്കറിയാം ദാറ്റ് റിലേഷൻ ഈസ് v = r ഒമേഗ. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു സർക്കുലർ മോഷൻ ഇപ്പോൾ സേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാമെന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നമുക്കറിയാം, അതെപ്പോഴും ടാൻജൻഷ്യലി ആയിരിക്കും ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും റേഡിയസ് വെക്ടർ എങ്ങോട്ടാണ്, റേഡിയലി ഔട്ട്വേർഡാണ്. നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി അലോങ് ദി ആക്സിസ്.
അപ്പം ഇവിടെ വെലോസിറ്റിയും ദാറ്റ് റേഡിയസ് വെക്ടറും ഒമേഗയും വെക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പ്യുവറായിട്ട് ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. ഇനി സോ വി ഈസ് ഈക്വൽ ടു ഇറ്റ് മസ്റ്റ് ബി ഒമേഗ ക്രോസ് ആർ. അപ്പോൾ നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒമേഗയിൽ നിന്ന് ആറിലേക്ക് കേൾ ചെയ്യുമ്പോൾ നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നെവർ ഇറ്റ് ബിക്കം ആർ ക്രോസ് ഒമേഗ, ഇറ്റ് മസ്റ്റ് ബി ഒമേഗ ക്രോസ് ആർ. സോ അതുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ബി എസ് ദി ആൻസർ. അപ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. ഒമേഗ ഡയറക്ഷനിൽ നിന്ന് നമ്മുടെ റേഡിയസ് ഡയറക്ഷനിലേക്ക് നമ്മുടെ ഫിംഗേഴ്സ് ചുഴറ്റുമ്പോൾ that thumb will indicate the direction of velocity. So we can take B as the answer. Number 42. Two balls of masses 2 gram and 6 gram are moving with a kinetic energy in the ratio 3:1. What is the ratio of their linear momentum? That is the concept here. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ആദ്യം വരേണ്ടത്. നമുക്ക് സാധാരണ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ m/v² ആണ്. അപ്പോൾ അത് മൊമെൻറ്റം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാൻ വേണ്ടി ഒരു മാസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വി ക്യാൻ റൈറ്റ് ടു ബി ആസ് p² ഡിവിഷൻ ബൈ 2m. അതാണ് നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ നമ്മൾ കൈനറ്റിക് എനർജി മൊമെൻറ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ പിക്ക് നമ്മൾ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 2m/e. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിലായിട്ട് നമുക്ക് മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ p1/p2 എടുക്കുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2m1e1 ബൈ, സോ വി ക്യാൻ റൈറ്റ് ടു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m2e2. സോ അവിടെ നമുക്ക് 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി കഴിഞ്ഞു m1/m2 ഇൻറ്റു e1/e2 ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നോക്കിയേ, നമുക്ക് മാസിൻ്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണം? m1 മാസ് എന്ന് പറയുന്നത് 2 gram ആണ് ബൈ 6 ആണ്. ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് കൺവേർഷൻ നീഡഡ് അല്ല. കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3/1 ആയിട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുക. സോ ഇറ്റ് ബിക്കംസ് 2√2/2. സോ 1:1 എന്നുള്ള ആൻസറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുക. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ഫോർ 42, ചോയ്സ് നമ്പർ A. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ പറയുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ following surfaces in contact got a maximum coefficient of friction? അവിടെ നമ്മുടെ സർഫസുകൾ തമ്മിലുള്ള അധസീവ് ഫോഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അധസീവ് ഫോഴ്സ് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോൾ ഫോർ ദിസ് വൺ ബി എസ് ദി ആൻസർ, റബ്ബർ ടയർ ഓൺ ഡ്രൈ കോൺക്രീറ്റ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 44. If two electrons are forced to come closer to each other, the potential energy of the system of two electrons will. അപ്പോൾ നമുക്ക് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെന്നിരിക്കട്ടെ, അവ തമ്മിലുള്ള സെപ്പറേഷൻ ആറാണെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 ഡിവിഷൻ ബൈ R. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചാർജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. -e ഡിവിഷൻ ബൈ R. പക്ഷേ നമുക്കറിയാം മൈനസ് അത് പ്ലസ് ആയിട്ട് വരുന്നുണ്ട്. സോ പ്ലസ് KE² ഡിവിഷൻ ബൈ R. അപ്പോൾ ഇവിടെ പറയുന്നത് കം ക്ലോസർ, ദാറ്റ് മീൻസ് R ഡിക്രീസസ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മസ്റ്റായിട്ടും ഇൻക്രീസസ് ആണ്. സോ വി ക്യാൻ ടേക്ക് B as the choice. So we can move with the question number 45. If P cross Q and Q cross P, then the angle between P and Q. സോ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നുള്ളൊരു കൺസെപ്റ്റാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആണ്. P ക്രോസ് Q എന്ന് പറയുന്നത് -Q ക്രോസ് P ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ദ ആംഗിൾ ബിറ്റ്വീൻ P and Q is. So that is the concept there. അപ്പോൾ നമുക്ക് P ക്രോസ് Q
പി ക്രോസ് ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്യൂ ക്രോസ് പി എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുക. അപ്പോൾ പി ക്രോസ് ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ പി ക്യൂ സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ് എന്നാണ് നമ്മളോട് പറയാം നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ ക്യൂ ക്രോസ് പി എന്തായിരിക്കും? അപ്പോൾ ക്യൂ ക്രോസ് പി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു പി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു അവയുടെ യൂണിറ്റ് വെക്റ്റർ എൻ ക്യാപ്പ് ആയിട്ട് എടുത്താൽ നിയമപരമായിട്ട് നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ദ കൺസെപ്റ്റ് സോ ഈ രണ്ട് വാല്യൂസും തമ്മിൽ സെയിം ആകണമെങ്കിൽ പി ക്രോസ് ക്യൂവും ക്യൂ ക്രോസ് പിയും ആകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് പൈ ആയിരിക്കണം. അപ്പോൾ സൈൻ 180 എന്ന് പറയുമ്പോൾ ആ വാല്യൂ 0 ആകും, നൾ വെക്ടർ ആകും. കാരണം ഇവിടെ പി ക്രോസ് ക്യൂ ഈസ് നെവർ ഈക്വൽ ടു ക്യൂ ക്രോസ് പി. അവിടെ ഒരു മൈനസ് സൈൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാം സൈൻ തീറ്റയുടെ വാല്യൂ 0 ആകണമെങ്കിൽ നമുക്ക് പൈ കൊടുക്കേണ്ടി വരും. സോ എ ആസ് ദി ആൻസർ. We can move with the question number 46. The total energy of the particle executing simple harmonic motion. അപ്പോൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം ടോട്ടൽ എനർജിയുടെ റിലേഷൻ ½ m ω² ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് റിലേഷൻ എങ്കിൽ ½ m ω² ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ. സോ ഇവിടെ ടോട്ടൽ എനർജി ആയതുകൊണ്ട് തന്നെ അത് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. നമ്പർ 47. യങ്സ് മോഡുലസ് ഓഫ് എ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി ഈസ്. അപ്പോൾ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്നുള്ള കാഴ്ചപ്പാടാണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ സേ എഫ് ഡിവിഷൻ ബൈ ഏരിയ ഇൻറ്റു എക്സ്റ്റൻഷൻ ഡിവിഷൻ ബൈ ദ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ യങ്സ് മോഡുലസ് എപ്പോഴും എക്സ്റ്റൻഷനുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്കറിയാം ഒരു റിജിഡ് ബോഡിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും അവയ്ക്കുണ്ടാകുന്ന ഡെൽറ്റ എൽ എന്ന് പറയുന്നത് മിനിമമാണ് എന്ന് നമുക്കറിയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ സി എസ് ദി ആൻസർ. 48. A wire fixed at the upper end stretches by length delta L by applying a force F. The work done in stretching is. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് യെസ് ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് അവന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കുകയാണ്. സോ ദാറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് എ ഹാഫ് എ ലോഡ് ഇൻ ടു എക്സ്റ്റൻഷൻ. സോ ദാറ്റ് ഈസ് ദ റിലേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ലോഡ് എന്ന് പറയുന്നത്? ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഫോഴ്സ് ദെയർ ഇൻ ടു ദാറ്റ് എക്സ്റ്റൻഷൻ ആസ് ഡെൽറ്റ എൽ. സോ we get the answer F delta L by 2. So for 48 we can take a D as the choice. We can move with the question number 49. A hole is drilled along the diameter of the earth and a stone is dropped into it. Then the stone. അപ്പോൾ നമുക്കറിയാവുന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് സർഫസിലാണ് മാക്സിമം എന്ന് നമുക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദെയർ. അപ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവന് ജി എന്ന് പറയുന്നത് മാക്സിമമാണ്. അപ്പോൾ ആക്സിലറേഷൻ കുറഞ്ഞു വരുന്നു, എർത്ത് സെൻറ്ററിലേക്ക് അത് അട്രാക്റ്റഡ് ആകുകയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അവൻ്റെ വെലോസിറ്റി കൂടുതലായിട്ട് വരികയാണ്. ഇവിടെ വരുമ്പോൾ മാക്സിമം വെലോസിറ്റിയാണ്, അവൻ അവിടെ നിൽക്കാൻ കഴിയാതെ വരുന്നു. ആ വെലോസിറ്റി നള്ളിഫൈ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ വെലോസിറ്റി 0 ആയി, പക്ഷേ ആക്സിലറേഷൻ മാക്സിമം ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തിരിച്ച് സോ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എബൌട്ട് ദ സെൻറ്റർ ആണ് അവിടുത്തെ മെയിൻ പൊസിഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. നമ്പർ 50. എ കാർ ആൻഡ് എ ബസ് ആർ മൂവിങ് വിത്ത് ദ സെയിം കൈനറ്റിക് എനർജി. They are brought to rest by applying brakes which provide equal retarding forces. അപ്പോൾ ഫോഴ്സും കൈനറ്റിക് എനർജിയും സെയിം ആണ്.
ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദം ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വൺ ഡയമെൻഷണൽ റിലേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം നമുക്ക് ആക്സിലറേഷൻ്റെ കൺസെപ്റ്റുമായിട്ട് ഫോഴ്സും കൈനറ്റിക് എനർജിയുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്കറിയാം ആക്സിലറേഷൻ നെഗറ്റീവാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും u² - 2a × s ആണ്. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് u² ഡിവിഷൻ ബൈ 2 × a. നമുക്കൊരു m കൊണ്ട് നമ്മൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് see this is nothing but what kinetic energy, and the next option എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലുള്ളത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫോഴ്സ്. ഇപ്പോൾ ഇവിടെ പറയുന്നു കൈനറ്റിക് എനർജിയും ഫോഴ്സ് രണ്ടിനും സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും രണ്ട് ബോഡിക്കും സെയിം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സ്റ്റോപ്പിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഫോർ 50 we get the answer D as the choice. We can move with the question number 51. A ring of radius r and mass m rotates about its central axis. Then what is the kinetic energy? നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു റൊട്ടേഷണൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഫോർമുല എന്ന് പറയുന്നത് ½ I⍵² ആണ്. പക്ഷെ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഒരു റിങ് ബേസ് ചെയ്തിട്ട് അവൻ്റെ മാസ് m ആണ്, റേഡിയസ് r ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആക്സിസ് വഴി അവൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവന് കിട്ടുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. സോ ഇൻറ്റു ω² ആണ്. സോ ½ mr² ω². So we get D as the choice. So we can move with the question number 52. Which waves are used in sonography? ഇപ്പോൾ സോണോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ് that uses high frequency sound waves to produce images of internal body structure. അപ്പോൾ അത് ഓഡിയബിൾ അല്ലാത്ത ഫ്രീക്വൻസിയാണ്, ഗ്രേറ്റർ ദാൻ 20 kHz ആണ്. അപ്പോൾ അത്തരം വേവ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് വേവ്സ് എന്നുള്ളത്. സോ ഡി എസ് ദി ആൻസർ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 53. m⁻⁻⁻⁻, l⁻⁻², t² q² ഈസ് എ ഡയമെൻഷണൽ ഫോർമുല ഓഫ്. അപ്പോൾ അത് നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഡയമെൻഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം ദർ ഈസ് എ ക്യൂ, ദ ചാർജ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ പൊട്ടൻഷ്യലാണ്. സോ അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ചാർജ് ഡിവിഷൻ ബൈ പൊട്ടൻഷ്യലായിട്ട് എടുക്കാം. അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡിവിഷൻ ബൈ ചാർജ് ആണ്. സോ q² ഡിവിഷൻ ബൈ ml² t⁻². അപ്പോൾ ഇവനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ m⁻⁻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 ⁻
and Q square. So we can take the answer as the first one. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴും സിമ്പിളായിട്ടുള്ള റിലേഷൻസ് ബേസ് ചെയ്തിട്ട് ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്പർ 54, ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡി ഡിപ്പെൻസ് അപ്പോൺ. നമുക്കറിയാം യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ്. അതുകൊണ്ട് തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആകപ്പാടെ ദാറ്റ് ഈസ് ദ യൂണിറ്റ് വ്യത്യാസപ്പെടുമ്പോൾ മാത്രമേ അത് മാറുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഹെൻസ് ഹിയർ the nature and size of the bodies, the medium between the two masses, the temperature of the bodies, and none of the above. So we can take D as the answer. If 22 gram of carbon dioxide at 27 degrees Celsius is mixed with 16 gram of oxygen at 37 degrees Celsius, the temperature of the mixture is. അപ്പോൾ നമുക്ക് കലറിമെട്രിയുടെ കൺസെപ്റ്റാണ് നമുക്ക് 55th ക്വസ്റ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ T ആണ് നമ്മുടെ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സർ എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ലോവർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ ദ ഹീറ്റ് ഗെയിൻഡ് ബൈ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഹീറ്റ് ലോസ്റ്റ് ബൈ ദാറ്റ് ഓക്സിജൻ. അപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ടും MC ഡെൽറ്റ തീറ്റ കൺസെപ്റ്റിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ദാറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി
into that change in temperature. It must be equal to for oxygen as mu to CV2 delta T. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ മാസ് ഡിവിഷൻ ബൈ ദ മോളിക്കുലർ മാസ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാസ് ഫോർ ദ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 22 ആണ് അല്ലേ. ദാറ്റ് ഡിവിഷൻ ബൈ നമുക്ക് ആരൊക്കെയുള്ളത്, കാർബണും ഓക്സിജനുമാണ് അല്ലേ. അപ്പോൾ കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് 12 ആയിട്ട് എടുക്കാം, ഓക്സിജൻ്റെ 32 ആണ്. അപ്പോൾ 44 എന്നുള്ള കൺസെപ്റ്റാണ്. സോ μ1 എന്ന് പറയുന്നത് 22/44 ആണ്. എന്താണ് CV1? അപ്പോൾ നമ്മൾ സാധാരണ CV കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് CV എന്ന് പറയുന്നത് വി ക്യാൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F ആണെങ്കിൽ F/2 × R. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രൈ അറ്റമിക് നോൺ ലീനിയർ മോളിക്യൂളാണ്. അവിടെ നമുക്ക് 6 ആണ് വാല്യൂ എന്ന് നമുക്കറിയാം. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 3R. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3R ഇൻറ്റു നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ച് എന്താണ്, അപ്പോൾ അവനെ കിട്ടുന്നത് T ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതെങ്കിൽ T-27. ഇനി നമ്മുടെ ഓക്സിജൻ്റെ μ ആണ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് 60 ഗ്രാമാണ് അല്ലേ. O2വിൻ്റെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അത് 32 ഇൻറ്റു എന്താണ് CV2 എന്ന് പറയുമ്പോൾ F/2 × R അല്ലേ. അതൊരു ഡയറ്റോമിക് അല്ലേ. സോ ദാറ്റ് ബിക്കംസ് 5/2 × R ഇൻറ്റു ദാറ്റ് ടെമ്പറേച്ചർ T ആയിട്ട് കുറയുകയല്ലേ. സോ 37 - T. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Tയുടെ വാല്യൂ we get as 32 degrees Celsius. So that means A is the answer. We can move with the question number 56. A black body at high temperature emits radiations of. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേഡിയേഷൻസിൻ്റെ ഗ്രാഫ് നമുക്ക് വരച്ചാൽ that energy versus its wavelength, we get the concept like this one. അപ്പോൾ സ്വാഭാവികപരമായിട്ടും എല്ലാ വേവ് ലെങ്തുകളും അത് പുറത്തേക്ക് വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ ഡി എസ് ദി ആൻസർ. നമ്പർ 57. ക്ലൗഡി നൈറ്റ്സ് ആർ യൂഷ്വലി വാർമർ ദാൻ ക്ലിയർ വൺസ് ബിക്കോസ് ക്ലൗഡ്സ്. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ ക്ലൗഡ്സിൽ തട്ടി തിരിച്ചു വരുന്നത് കൊണ്ടാണ് നമുക്ക് വാർമറായിട്ട് മാറുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് ഉറപ്പായിട്ടും ആ ഹീറ്റ് റേഡിയേഷൻസ് ആ ക്ലൗഡ്സുകളെയും കഴിഞ്ഞു പോകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമുക്ക് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സി എസ് ദി ആൻസർ. നമ്പർ 58. ഇൻ എ കണ്ടെയ്നർ ഹാവിംഗ് വാട്ടർ ഫിൽഡ് അപ് ടു എ ഹൈറ്റ് ഏജ് എ ഹോൾ ഈസ് മെയ്ഡ് ഇൻ ദ ബോട്ടം. The velocity of water flowing out of the hole is. അപ്പോൾ നമ്മുടെ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ആണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അവിടെ പറയുന്നത് H ഹൈറ്റോളം നമ്മൾ ലിക്വിഡ്സ് നിറച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പോകുന്ന വെലോസിറ്റി ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് അസംഷനായിട്ട് നമുക്ക് പറയാം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൈറ്റ് ആസ് √2g × H. അപ്പോൾ സ്വാഭാവികപരമായിട്ട് ഫോർ 58 we get the answer as the C choice. It is proportional to H raised to half. We can move with the question number 59. If X is equal to, it is given as is equal to A sin omega t plus pi/6. And Y അടുത്തത് വീണ്ടും തരികയാണ് that X is equal to A cos omega t. Then the phase difference between the two waves is. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് എങ്ങനെ സൈനിലേക്ക് മാറ്റാം അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത് sin omega t plus pi/2 that is equal to cos omega t. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ നമുക്ക് 5/2 - 5/1 എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ മൈനസ് ദിസ് വൺ അല്ലേ. അപ്പോൾ ഒരേപോലെയുള്ളത് ക്യാൻസലായി കഴിഞ്ഞാൽ pi/2 minus pi/6 ആയിട്ട് മാറും അല്ലേ. So that is equal to pi/3, that is 60 degree. So that is we get the answer as the first choice. We can move with the question number 60. Two heater coils separately take
T1 has 10 minutes and T2 has 5 minutes to boil certain amount of water. If both the boils are connected in series, the time taken to boil water is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവിടെ സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം, സീരീസും അതോടൊപ്പം പാരലൽ. അപ്പോൾ നമുക്കറിയാം സാധാരണ സർക്യൂട്ട് വരുമ്പോൾ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ പവർ പി എന്ന് പറയുന്നത് P1 + P2 + എക്സെട്രയാണ്. എന്ന് പറയുമ്പോൾ മോർ പവർ ഡെലിവേർഡ് എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ വിത്ത് മിനിമം ടൈം, സോ 1/Tp = 1/T1 + 1/T2. പക്ഷെ സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ മിനിമം പവറാണ് അവിടെ ഡെലിവർ ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മോർ ടൈം വി ഹാവ് ടു ടേക്കൺ ഇറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു T1 + T2 as the answer. So here it is equal to 10 + 5. So we get 15 minutes as the answer. We can move with the question number 61. If a star emitting orange light moves away from the earth, then its color. സോ നമ്മുടെ ഡോപ്ലർ എഫക്റ്റിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും അടുത്തേക്ക് വരുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഷിഫ്റ്റ് ടുവേഴ്സ് ദ വയലറ്റ്, ആൻഡ് അതുകൊണ്ട് അതിനെ വയലറ്റ് ഷിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതേപോലെ റിസീഡ്സ് എവേ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റെഡ് ഷിഫ്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതുകൊണ്ട് തന്നെ ഫോർ 61 വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. Number 62. A stretched string fixed at both ends has n knots. Then the length of the string in terms of wavelength is. അപ്പോൾ നമുക്ക് അതിനൊരു സാമ്പിളായിട്ട് നമ്മൾ എടുത്താൽ നമുക്ക് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്ര നോഡുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 2 നോഡുകളുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അവിടെ വന്നിരിക്കുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ/2 ആണ് എന്ന് നമുക്കറിയാം. അടുത്ത് പോസിബിൾ ആകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് ദിസ് ഈസ് ദ സ്ട്രക്ചറാണ് അവിടെ പോസിബിൾ ആകുക. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക്, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, അപ്പോൾ ഫസ്റ്റ് ഹാർമോണിക്കാണ് അല്ലേ. യെസ്, ഫസ്റ്റ് ഹാർമോണിക്കിന് അവിടെ λ/2 ആണ്. അപ്പോൾ അവിടെ 2 നമുക്ക് നോഡുകൾ വന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, സെക്കൻഡ് ഹാർമോണിക്കാണ് അല്ലേ. സെക്കൻഡ് ഹാർമോണിക് എന്ന് വരുമ്പോൾ അവിടെ 3 നോഡുകൾ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അതെങ്ങനെയാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക, λ/2 എത്രയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, 2 ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, എത്ര നോഡുകളുണ്ട് ഇവിടെ, അത് -1 അല്ലേ നമുക്ക് കിട്ടുന്ന 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × λ/2 എന്ന് നമുക്ക് കിട്ടണം ആൻസർ. അപ്പോൾ 2 കിട്ടണമെങ്കിൽ അത് n-1. അപ്പോൾ 3 - 1 ഇറ്റ് ബിക്കംസ് so n-1 × λ/2. So that is the answer. So we can take C as the choice. നമ്മുടെ 63 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഹാസ് ലോ വാല്യൂ ഫോർ ഫെറൈറ്റ്സ്. അപ്പം നമുക്ക് മാഗ്നറ്റിക് കൺസെപ്റ്റുമായിട്ട് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഓർക്കുക. So we can move with number 64. In Carnot's engine, at the end of the cycle, the temperature of the working substance is. So keep in mind, അത് നേരത്തെ ഉണ്ടായിരുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് ജസ്റ്റ് ഓൺലി ഒരു മീഡിയേറ്റർ ആയിട്ട് സോഴ്സിൽ നിന്ന് സിങ്കിലേക്ക് മാറ്റുന്നു എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ സേ സി as the answer. Compressed air coming out of punctured football becomes cooler because so compressed air, അപ്പോൾ അതൊരു ക്വിക്കായിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഹീറ്റ് എൻറ്റർ ഓർ ലീവ് ദ കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ യൂസ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തതയോടെ നമുക്ക് ആൻസർ എ ആയിട്ട് നമുക്ക് പറയാം. അഡയബാറ്റിക് എക്സ്പാൻഷൻ ആൾവൈസ് ഗിവിങ് കൂളിംഗ് എഫക്റ്റ്, ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. So we can move with the next one as 66. 2 identical sample of gases are allowed to expand isothermally and the adiabatically. അപ്പോൾ the amount of work done, അവയുടെ PV ഡയഗ്രാം വരച്ചാൽ അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ് വെരി വെൽ. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെഡ് ടു ബി ഐസോതെർമൽ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അഡയബാറ്റിക്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എപ്പോഴും വോളിയം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ അഡയബാറ്റിക് കർവ് മേക്ക് ചെയ്യുന്ന ഏരിയ ലെസ് ആണെന്ന് നമുക്കറിയാം.
അത് ഐസോതെർമൽ വരുമ്പോൾ മോർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. Number 67. The thermodynamic process in which the pressure of the system remains constant. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ ഡെൽറ്റ പി സീറോ ആണ് എന്ന് പറയുന്നത് ദറ്റ് പ്രോസസ് ഈസ് കോൾഡ് ദറ്റ് ഐസോബാറിക്. അപ്പോൾ ഐസോബാറിക് വരുമ്പോൾ ഡെൽറ്റ വി സീറോയാണ്. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അഡയാബാറ്റിക് എന്ന് പറയുമ്പോൾ എനർജി ഡെൽറ്റ ക്യൂ സീറോയാണ്. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ ടി. അപ്പോൾ ഐസോബാറിക് എന്ന് പറയുമ്പോൾ ഡെൽറ്റ പി ആണ്. ഡി എസ് ദി ആൻസർ. Number 68. The internal energy of a perfect gas does not change during. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക്കലി ഡിപ്പെൻസ് ഓൺ ദ ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൃത്യതയോടെ പറയാം ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച് എന്നുള്ള പറഞ്ഞാൽ ഉറപ്പിച്ചു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതൊരു ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും. The process of superimposing a signal frequency on the carrier wave, and that process is called modulation. Question number 70. Which one of the following statement is wrong? Ultraviolet rays have a wavelength longer than infrared waves. അപ്പോൾ നമ്മുടെ ഡിക്രീസിങ് ഓർഡർ ഓഫ് എനർജി അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെന്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗാമ റൈസ് ആണ് ആദ്യം വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗാമ റൈസ്, എക്സ് റൈസ്, അൾട്രാ വയലറ്റ്, വിസിബിൾ, അത് കഴിഞ്ഞിട്ടാണ് ഇൻഫ്ര വരുന്നത് അല്ലേ. അപ്പോൾ ഇൻഫ്രയ്ക്കാണ് വേവ് ലെന്ത് കൂടുതലെന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടുത്തെ റോങ് കൺസെപ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ ചോയ്സ് തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടി. We can move with the question number 71. When a diamagnetic substance is brought near the north or the south pole of a bar magnet, it is. അപ്പോൾ ഡയമagnetic മെറ്റീരിയൽ എപ്പോഴും റിപ്പൽ കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ബി എസ് ദി ആൻസർ. Then we can move with the question number 72. How will an image produced by a lens change if the half lens is wrapped in black paper? അപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലെൻസ് മേക്കേഴ്സ് നിയമം അനുസരിച്ച് നമുക്കറിയാം ദ ഫോക്കൽ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന കൺസെപ്റ്റുകളെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പെയർ ഓഫ് മീഡിയയും അതോടൊപ്പം തന്നെ അവയുടെ റേഡിയസ് ഓഫ് കർവേച്ചറുമാണ്. അപ്പോൾ നമ്മൾ പകുതി കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾക്ക് റെസ്റ്റ് ഓഫ് ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറോ മ്യൂവോ മാറാത്തത് കൊണ്ട് ഫോക്കൽ ലെന്ത് റിമൈൻസ് സെയിം എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും റേസ് രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സൈസിനൊരു ഡിസ്ട്രാക്ഷനും നമുക്ക് വരത്തത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. ബട്ട് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇമേജ് ഫോർമേഷൻ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. കാരണം അപ്പർച്ചർ ടോട്ടലായിട്ട് മാറുകയാണ്. സോ ഫോർ 72 we can take D as the answer. Number 73. The diode is used as a. അപ്പോൾ നമ്മൾ സാധാരണ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഡയോഡ്. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. നമ്പർ 74. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രാക്ഷൻ ഈസ് ദ വീക്കസ്റ്റ്? അപ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സിനെ നമ്മൾ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സായിട്ട് പറയുകയും ആൻഡ് ദാറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് സെഡ് ടു ബി ദ വീക്കസ്റ്റ് ഇൻറ്ററാക്ഷൻ. So we can quote A as the answer. In the following nuclear reactions, carbon 11, so that is equal to boron 11 plus beta plus എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ദാറ്റ് ബീറ്റ ഡി കെ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ബീറ്റ പ്ലസ് വരുമ്പോൾ അവിടെ ന്യൂട്രിനോയുടെ പ്രസൻസ് ആണ് എന്ന് നമുക്കറിയാം. അത് മൈനസ് വരുമ്പോൾ ആൻറ്റി ന്യൂട്രിനോ ആണെന്നും അറിയാം. സോ വി ക്യാൻ ടേക്ക് ബി എസ് ദി ആൻസർ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കുസാറ്റ് 2018 ക്വസ്റ്റ്യനുകൾ 75 എണ്ണവും 2 വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്തു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കാറ്റ് എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്നത്. തിയറി മനോഹരമായിട്ട് പഠിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ടോപ്പ് റാങ്കർ ആകാൻ പറ്റും, നോ ഡൗട്ട് അറ്റ് ആൾ. സോ ടേക്ക് കെയർ, ഗോഡ് ബ്ലസ് യു.